പെരിന്തൽമണ്ണ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. സെക്രട്ടറിയുടെ ചേംബറിൽ ഹിയറിംഗിനെത്തിയ വ്യക്തിയെ ചെയർപേഴ്സന്റെ ഭർത്താവ് മർദ്ദിച്ചെന്ന ആരോപണം ഉന്നയിച്ചാണ് പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പുറത്തുനിന്നുള്ളവരെ നഗരസഭ ഭരിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷം തുറന്നടിച്ചു. നഗരസഭ ഭരിക്കേണ്ടത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ചെയർപേഴ്സണാണെന്നും അല്ലാതെ ഭർത്താവല്ലെന്നും പ്രതിപക്ഷ നേതാവ് കെ രാഹുൽ ആരോപിച്ചു. മുസ്ലിം ലീഗിന്റെ ആളുകൾക്ക് തോന്നുന്ന പോലെ വരാനുള്ള സ്ഥലമല്ല നഗരസഭയെന്നും പരാതിക്കാരന്റെ ഹിയറിംഗിനിടെയുണ്ടായ സംഭവത്തിൽ പ്രതികരിക്കവേ രാഹുൽ പറഞ്ഞു. ആ വാർഡിലൊരു പരാതി കൊടുത്ത് സെക്രട്ടറി പരാതിക്കാരന്റെയും അതുപോലെ തന്നെ ബിൽഡിംഗ് ഓണറുടെയും യോഗം വിളിക്കുകയാണ്. ആ യോഗത്തിനകത്ത് വെച്ചുകൊണ്ട് അയാളെ കയ്യേറ്റം ചെയ്യുകയാണ്. ആ ആള് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലില് ചികിത്സ തേടുകയാണ്. എങ്ങോട്ടേക്കാണ് പെരിന്തൽമണ്ണ നഗരസഭയുടെ പോക്ക്? കേരളത്തിലെ UDF ഭരണവും പെരിന്തൽമണ്ണ നഗരസഭ തന്റെ ഭാര്യയാണ് ഭരിക്കുന്നതെന്ന് വിചാരിച്ച് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളെയും അങ്ങ് കൈകാര്യം ചെയ്യാന്നുള്ള ധാരണയിലേക്ക് ഇവിടുത്തെ UDF മാറിയിട്ടുണ്ട്. അത് കൗൺസിലിൽ ഉന്നയിക്കുമ്പോൾ മറുപടി ഇല്ലാത്ത ആളുകളായിട്ട് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളുമായി നഗരസഭയ്ക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖ് പ്രതികരിച്ചു. പരാതിക്കാർക്ക് വിഷയത്തിൽ നിയമപരമായി മുന്നോട്ടു പോകാമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. അനധികൃതമായ ഒരു കെട്ടിടത്തിന്റെ പരാതി വന്നത് കാരണം അതൊരു കോടതി വിധി പ്രകാരം സെക്രട്ടറിയുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വെച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 2 പരാതിക്കാരെയും നമ്മൾ സെക്രട്ടറി വിളിച്ചു. അതിനുശേഷം അവർ തമ്മിലുള്ളൊരു വാക്ക് തർക്കത്തിന്റെ മുകളിലാണ് ഇന്നലത്തെ ഈ പ്രശ്നം ഉണ്ടായത്. ഇതിൽ നമ്മൾ അവരുടേതായ കേസിന്റെ കൂട്ടത്തിലോ എങ്ങനെയാണെങ്കിലും അവരത് മുന്നോട്ട് പോയിക്കോട്ടെ. നമുക്കതിലൊരു നമ്മളെ മുനിസിപ്പാലിറ്റിക്ക് യാതൊരു ബന്ധമില്ല. അത് പരാതിക്കാർ തമ്മിലുള്ള പ്രശ്നം പരാതിക്കാർ തന്നെ തീർക്കട്ടെ. CCN പെരിന്തൽമണ്ണ.